കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയേക്കാവുന്ന, സംസ്ഥാനത്തിന് വലിയ വികസന കുതിപ്പൊരുക്കുന്ന വിഴിഞ്ഞം പദ്ധതി ഔപചാരികമായി രാജ്യത്തിന് ഇന്നലെ പ്രധാനമന്ത്രി സമർപ്പിച്ചു. ഈ സാഹചര്യത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. UDF പ്രധാനമായും ഉയർത്തുന്ന ആരോപണം വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ പിതാവായ ഉമ്മൻചാണ്ടിയെ ഭരണകൂടങ്ങൾ ബോധപൂർവം മറക്കുന്നു എന്നാണ്. എന്നാൽ ഈ സന്ദർഭത്തിൽ UDFകാർ പോലും മറക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കഥ പറയുവാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റാരുമല്ല, 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തുറമുഖ വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിരുന്ന ഇപ്പോഴത്തെ തൃപ്പൂണിത്തറ MLA ആയ കെ ബാബുവാണ് ഇദ്ദേഹം. ഉമ്മൻചാണ്ടിയോടൊപ്പം വിഴിഞ്ഞത്തിൻ്റെ ചുക്കാൻ പിടിച്ചതിൽ കെ ബാബുവിന് വലിയ പങ്കുണ്ട്. പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും എതിർപ്പുയർന്നപ്പോൾ ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന് കെ ബാബുവാണ് വിഴിഞ്ഞത്തിൻ്റെ കരാറും ആഗോള ടെൻഡറും മുന്നോട്ട് നീക്കിയത്. ഈ സാഹചര്യത്തിൽ കെ ബാബുവിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമുക്കിവിടെ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. 1951 അങ്കമാലിയിൽ ജനിച്ച കെ ബാബു തൻ്റെ 14-ാം വയസ്സിൽ 1965 KSUവിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. പിന്നീട് യൂത്ത് കോൺഗ്രസിലൂടെയും വളർന്ന അദ്ദേഹം യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ അധ്യക്ഷൻ, എറണാകുളം DCC ജനറൽ സെക്രട്ടറി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. 1981 തൻ്റെ 30-ാം വയസ്സിൽ അങ്കമാലി നഗരസഭയുടെ ആദ്യ ചെയർമാനായി അധികാരമേൽക്കുന്ന കെ ബാബു അന്നുവരെ കേരളത്തിലുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാൻ കൂടിയായിരുന്നു. 1991 ആദ്യമായിട്ട് നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ കോട്ടയെന്ന് വിലയിരുത്തപ്പെട്ട തൃപ്പൂണിത്തറയിൽ നിന്നാണ്. TK രാമകൃഷ്ണനെ പോലുള്ള മുതിർന്ന നേതാക്കൾ പ്രതിനിധാനം ചെയ്ത തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ കെ ബാബുവിന് വലിയ വിജയസാധ്യതയൊന്നും പാർട്ടി പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എറണാകുളം ജില്ലയിലെ CPMൻ്റെയും CITUവിൻ്റെയും ശക്തനായ നേതാവായിരുന്ന MM ലോറൻസിനെ 5000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കെ ബാബു ആദ്യമായി 1991 നിയമസഭയിലെത്തുന്നത്. പിന്നീട് ഇങ്ങോട്ട് ചന്ദ്രൻപിള്ളയെയും KN രവീന്ദ്രനാഥിനെയും ഗോപി കോട്ടമുറിക്കലിനെയും ദിനേശ് മണിയെയും പോലുള്ള പ്രഗത്ഭരായ മാർക്സിസ്റ്റ് നേതാക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 25 വർഷം തുടർച്ചയായി ബാബു തൃപ്പൂണിത്തറയുടെ MLA പദവി അലങ്കരിച്ചത്. മണ്ഡലത്തിലെ ഓരോ വീടുകളിലും ബന്ധം സ്ഥാപിച്ച് ഭൂരിഭാഗം വോട്ടർമാരെയും പേരെടുത്ത് വിളിക്കുവാൻ കഴിയുന്ന ഒരു MLA ആയിരുന്നു കെ ബാബു. തൃപ്പൂണിത്തറ എന്ന കൊട്ടാര നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിലും ബാബു വലിയ പങ്കുവഹിച്ചു. RLV കോളേജിൻ്റെ ആധുനിക ക്യാമ്പസും തൃപ്പൂണിത്തറയിലെ ആയുർവേദ ഗവൺമെൻറ് കോളേജും എല്ലാം ബാബുവിൻ്റെ സംഭാവനകളാണ്. എന്നിരുന്നാലും ബാബു നേരിട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് പറയുന്നത് 2011-16 കാലഘട്ടത്തിൽ മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ബാർക്കോഴ ആരോപണമാണ്. ഈ ബാർക്കോഴ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കെ ബാബു ആദ്യമായി തൃപ്പൂണിത്തറയിൽ പരാജയപ്പെടുന്നത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. 4000-ഓളം വോട്ടുകൾക്കാണ് നിലമ്പൂരുകാരനായ CPM സ്ഥാനാർത്ഥി N സ്വരാജിനോട് തൃപ്പൂണിത്തറ ബാബു അടിയറവ് പറയുന്നത്. നീണ്ട 25 വർഷത്തെ ബാബുവിൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ പരാജയമായിരുന്നു ഇത് വ്യക്തിപരമായും അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. പിന്നീടുള്ള ദിനങ്ങളിൽ ആരെയും കാണാൻ കൂട്ടാക്കാതെ ഒരു അന്തർമുഖനായി ഡിപ്രഷനിലേക്ക് വഴുതി വീണ കെ ബാബുവിനെയാണ് നാം കണ്ടത്. 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഭരണകൂടം ബാബുവിനെ വേട്ടയാടുന്നതും നമ്മൾ കണ്ടു. 2021 കെ ബാബുവിൻ്റെ തിരിച്ചുവരവിന് കളമൊരുക്കിയതും അദ്ദേഹത്തിൻ്റെ പ്രിയ നേതാവായ ഉമ്മൻചാണ്ടിയായിരുന്നു. കെ ബാബുവിന് ടിക്കറ്റ് നിഷേധിക്കണമെന്നാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ തൃപ്പൂണിത്തറ മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും ബാബുവിനുണ്ടായിരുന്ന സ്വാധീനം കണക്കിലെടുത്ത് ബാബുവിൻ്റെ വിജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി ഒരു വട്ടം കൂടി അദ്ദേഹത്തിന് ടിക്കറ്റ് അനുവദിക്കണമെന്ന് വാശി പിടിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചില്ല. 2021 സിറ്റിംഗ് MLA ആയിരുന്ന N സ്വരാജിനെ 1000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി കെ ബാബു ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ കേരള രാഷ്ട്രീയത്തിലേക്കും കേരള നിയമസഭയിലേക്കും തിരികെ വരുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇന്ന് അദ്ദേഹത്തിന് 74 വയസ്സായി. 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബാബു മത്സരിക്കുമോ എന്ന് ഉറപ്പില്ല. ബാബുവിന് പകരക്കാരനായി സിനിമാ താരവും സംവിധായകനും കൂടിയായ രമേശ് പിഷാരടിയുടെ പേരും തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കോൺഗ്രസ്സുകാരും UDFകാരും പോലും ബോധപൂർവം വിഴിഞ്ഞത്തിനു വേണ്ടി ബാബു നൽകിയ സംഭാവനകളെ മറക്കുന്നത് രാഷ്ട്രീയമായി വലിയ തെറ്റാണ്.
ഒരുപക്ഷെ വളരെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുമ്പോഴായിരിക്കും ഇതെല്ലാം ജനങ്ങളും പാർട്ടിക്കാരും ഓർത്തെടുക്കുക. ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.